ഇന്നോവ ക്രിസ്റ്റകൾ വേണ്ടവരെ ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ടോളിട്ടോ. നമ്മളെ പി സി കാർ സ്പോട്ടിൽ നിന്ന് 20ഓളം ഇന്നോവ ക്രിസ്റ്റകളാണ് സ്റ്റോക്ക് ഉള്ളത്. അതിൽ ഓട്ടോമാറ്റിക് വരുന്നുണ്ട്, വി ഓപ്ഷൻ വരുന്നുണ്ട്, ഏറ്റവും ടോപ്പ് എൻഡ് സെഡ് ഓപ്ഷൻ വരുന്ന വാഹനങ്ങളുണ്ട്. എല്ലാ വാഹനങ്ങളും ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഫിനാൻസ് വേണ്ടവർക്ക് നമുക്ക് ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ കഴിയും. മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. 2019, 16, 17, 18, 20 വരെ നമ്മൾക്ക് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ലോ കിലോമീറ്റർ ഓടിയ ഓട്ടോമാറ്റിക്കലി വരുന്ന വാഹനമുണ്ട്. അതേപോലെ സെഡ് മാനുവൽ വരുന്ന 2 വാഹനങ്ങളുണ്ട് 2020 മോഡൽ. പിന്നെ G4 ഓട്ടോമാറ്റിക്കാണ് ഇപ്പോൾ കൂടുതൽ നമുക്ക് സ്റ്റോക്ക് ഉള്ളത്. ഇനി സെഡ് ഓട്ടോമാറ്റിക് വേണ്ടവർ 2-3 ദിവസം കൊണ്ട് സെഡ് ഓട്ടോമാറ്റിക് നമുക്ക് സ്റ്റോക്ക് കയറുന്നതാണ്. ഇപ്പോൾ വി ഓപ്ഷനിൽ വന്ന അതേ കണ്ടീഷനിൽ 2 വണ്ടികളുണ്ട്. അപ്പോൾ G4 ഓട്ടോമാറ്റിക്കിൽ ഇപ്പോൾ 4 വാഹനങ്ങളാണ് സ്റ്റോക്ക് ഉള്ളത് കേട്ടോ. അതൊക്കെ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും ഇന്നോവ ക്രിസ്റ്റകൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ആദ്യം ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്തുകൊണ്ടും ബെറ്ററായിട്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നേരെ പി സി കാർ സ്പോട്ടിലേക്ക് വന്നോളി. 20ഓളം വാഹനങ്ങളാണ് നമുക്കിന്ന് സ്റ്റോക്ക് കയറിയില്ല കേട്ടോ. അതിൽ അഡ്വാൻസ് ആയ വാഹനങ്ങൾ കുറേ ഉണ്ട്, അത് വേറെ നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നില്ല. അല്ലാത്ത വാഹനങ്ങളൊക്കെ മാക്സിമം ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ 2019 മോഡൽ G+ വേരിയൻറ്റിൽ ഓട്ടോമാറ്റിക്കലി 74,000 കിലോമീറ്റർ മാത്രം ഓടിയ വാഹനം, സിംഗിൾ ഓൺഷിപ്പ് കിടക്കുന്ന വാഹനം, സെക്കൻഡ് ഓൺഷിപ്പിലേക്ക് KL 71ലേക്ക് നമ്പറായ വാഹനം കേട്ടോ. ചെറിയ ചെറിയ ടച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓൾ ഒറിജിനലാണ്, ഫ്രണ്ട് ഗ്ലാസ് വരെ റീപ്ലേസ് ഇല്ലാത്ത വാഹനമാണ്. 74,000 കിലോമീറ്റർ മാത്രമോടെ ഈ ഒരു വാഹനം നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ സീറ്റ് കവറും കാര്യങ്ങളൊന്നും ഒന്നും ചെയ്തില്ല. സ്റ്റോക്ക് കണ്ടീഷൻ തന്നെ കംപ്ലീറ്റ് വാഹനമല്ലേ കേട്ടോ. ഇനി മഡ് ഫ്ലാപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാണ്ട്, ഡോർ ബീഡിങ് ചെയ്യാനുണ്ട്, അങ്ങനെ കുറച്ച് അല്ലറ വർക്ക് ചെയ്യാണ്ട്. ഇതിപ്പോൾ പോളിഷ് കഴിഞ്ഞാൽ നേരെ നമ്മളെ യാർഡിക്ക് ഇങ്ങനെ കയറി നിൽക്കുന്നുള്ളൂ, യാർഡിക്ക് ഇറങ്ങിയിട്ടില്ല. അപ്പം നേരിട്ട് വീഡിയോ ഇങ്ങനെ എടുക്കിയത് മൊത്തത്തിൽ ഒന്ന് കാണിക്കാമെന്ന് കരുതി കാണിക്കുകയാണ്. ഇത് നമുക്ക് ഈ ഒരു ഡോർ ബീഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് 2019 17 ലക്ഷം റുപ്യയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് തരാൻ കഴിയും കേട്ടോ. 74,000 കിലോമീറ്റർ മാത്രം ഓടിയ വാഹനമാണ്. അപ്പം 17 ലക്ഷം റുപ്യയ്ക്ക് നമുക്ക് ഫൈനൽ ഫിക്സ്ഡ് റേറ്റ് ആണ്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാക്സിമം നമുക്ക് ഫിനാൻസും ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് നമ്മൾ ഇന്നലെ ഗ്രൂപ്പിലിട്ടിരുന്ന ഒരു വാഹനം, ഇന്ന് 92,000 കിലോമീറ്ററോടെ ഇന്നലെ ഗ്രൂപ്പിലിട്ട് അപ്പോൾ തന്നെ അഡ്വാൻസും കാര്യങ്ങളൊക്കെ ആയി. തിരുവനന്തപുരത്തേക്കാണ് അഡ്വാൻസ് ആയിട്ടുള്ളത്. പിന്നെ G4 ഓട്ടോമാറ്റിക് തന്നെ, G+ ഓട്ടോമാറ്റിക് 2019 മോഡൽ 2,17,000 കിലോമീറ്റർ ഓടിയ വാഹനം, നമുക്ക് 16 ലക്ഷം റുപ്യയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും. ഫ്രണ്ട് ഗ്ലാസ് ഓൺലി റീപ്ലേസ്, ബൂട്ട് സ്റ്റെപ്പ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്, ക്രോം വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വർക്ക് എടുത്തൊരു വാഹനം തന്നെയാണ്. സീറ്റ് ഹവേഴ്സും കാര്യങ്ങളൊക്കെ പക്ക കണ്ടീഷനിൽ വർക്ക് എടുത്താണ്. മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഫ്രണ്ട് ടൈപ്പ് 3ലേക്ക് ഓൾറെഡി കൺവേർട്ട് ചെയ്തിട്ടുണ്ടോ. ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി തന്നെ പറയട്ടോ. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഫ്രണ്ട് രണ്ടും കടുവത്തൻ ടയർ, ബാക്ക് ടയർ ഒരു 60-50% ബാക്ക് ടയർ വരുന്നുണ്ട്. ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ പക്ക കണ്ടീഷനാണ് കേട്ടോ. അത്യാവശ്യം നല്ല വൃത്തിയിലുള്ള വാഹനമാണ്. അതേപോലെ 2019, 20 രജിസ്ട്രേഷൻ വരുന്ന വാഹനം അല്ലേ? അല്ല, ഇത് 2019 മോഡലാണ്. 1,26,000 കിലോമീറ്റർ മാത്രം ഓടിയ സിംഗിൾ ഓൺഷിപ്പ് കിടക്കുന്ന വാഹനം KL 71ലേക്ക് ഓൾറെഡി NOC എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബോണറ്റ് റീപ്ലേസ് ഉണ്ട്, വേറെ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് വരെ റീപ്ലേസ് ഇല്ല, ബോണറ്റ് ഓൺലി. 1,26,000 കിലോമീറ്റർ ഓടിയ G+ൽ മാനുവൽ വരുന്ന വാഹനം ഉണ്ടോ. ഈ വാഹനം നമുക്ക് ഫൈനലായിട്ട് 14,75,000 രൂപക്ക് 2019 G+ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വാഹനം. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ പുതിയ ചെയ്താണ്. ഇൻറ്റീരിയർ ഭാഗങ്ങളും എക്സ്റ്റീരിയർ ഭാഗങ്ങളും പക്ക കണ്ടീഷനാണ്. ടയറൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 70-80 ബ്രിഡ്സ്റ്റോണിൻ്റെ ടയർ ഭാഗം വരുന്നുണ്ട്. ഇപ്പോൾ 2019 G+ 14,75,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും. അതേപോലെ 2019, 20 രജിസ്ട്രേഷൻ വരുന്ന വാഹനം 1,19,000 കറക്റ്റ് കമ്പനി ഹിസ്റ്ററുള്ള വാഹനം, ഓൾ ഒറിജിനൽ, ഒരു റീപ്ലേസ്മെൻറ്റോ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. 2019, 20 രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ പക്ക കണ്ടീഷനാണ്, ഇൻറ്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും. ഈ വാഹനം നമുക്ക് 15,50,000 രൂപ ഫൈനൽ ഫിക്സ്ഡ് റേറ്റ് ആണ് കേട്ടോ. 2019 G+ സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന വാഹനം, KL 71ലേക്ക് ഓൾറെഡി NOC എടുത്തിട്ടുണ്ട്. നമുക്ക് ഫൈനൽ റേറ്റ് ആണ് 15,50,000. പിന്നെ സെഡ് മാനുവൽ 2020 മോഡൽ കേട്ടോ. ഒരു 90% കമ്പനി പെയിൻറ്റ് വരുന്ന വാഹനം. ഇതിൻ്റെ ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക ഒരു കണ്ടീഷൻ തന്നെ. ഇതിൽ മൊത്തത്തിൽ വരുന്നത് സെഡ് എന്ന് പറയുമ്പം 8 എയർ ബാഗ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ഏറ്റവും ടോപ്പ് എൻഡ് വരുന്നുണ്ട്. 17 സൈസ് അലോയ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സീറ്റവറൊക്കെ കമ്പനി ഇറങ്ങുമ്പോൾ അല്ല ഒറിജിനൽ ലെതർ സീറ്റവറും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. അതേപോലെ ഒരു വർക്കും കാര്യങ്ങളൊന്നും നമ്മൾ ഈ കാണിക്കുന്ന വാഹനത്തിൽ നിന്ന് ഒരു വർക്കും കാര്യങ്ങളൊന്നും പെൻഡിങ് ഉണ്ടാവില്ല കേട്ടോ. അത് ഗ്യാരണ്ടിയാണ്. നിങ്ങൾ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തിട്ട് മേജറായിട്ടുള്ള എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് റീഫണ്ട് ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ വാഹനം നമുക്ക് 19,50,000 രൂപയ്ക്ക് സിംഗിൾ ഓൺഷിപ്പ് കിടക്കുന്ന വാഹനം നിങ്ങൾ പറയുന്ന യഥാർത്ഥ ഓഫീസ് നമ്പർ ആക്കിയിട്ട് ഒരു 3 ലക്ഷം റുപ്യൊക്കെ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഈ വാഹനം നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാം കേട്ടോ. അതേപോലെ ബ്ലാക്കിൽ നമുക്ക് 2 വാഹനങ്ങളാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത്, രണ്ടും അഡ്വാൻസ് ആണ്. അപ്പം ഇനി സെഡ് ഓട്ടോമാറ്റിക് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്കിൽ ചെയ്യാൻ പറ്റിയ 2 വാഹനങ്ങളെ നമുക്ക് വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇത് ഓൾറെഡി കൊടുത്താണ്. 2018 V ആയിരുന്നു കേട്ടോ. അതേപോലെ സെഡ് മാനുവൽ കേട്ടോ, 2018 മോഡൽ
നിലവിൽ സെക്കൻഡ് ഓൺഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. കിലോമീറ്റർ 2,50,000 കിലോമീറ്ററാണ് കേട്ടോ. ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ലെക്സസിൻ്റെ ഗ്രില്ല്, ഫ്രണ്ട് ബാക്ക് സ്കാറ്റിങ്, സൈഡ് സ്കാറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത വാഹനമാണ്. നമുക്കിത് ഫൈനലായിട്ട് 16,25,000 രൂപയ്ക്ക് 2018 സെഡ് കേട്ടോ. ഈ ഇൻറ്റീരിയറും എക്സ്റ്റീരിയർ ഭാഗങ്ങളൊക്കെ പക്ക കണ്ടീഷനാണ്. സെഡ് വേരിയൻറ്റ് മാനുവലൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ, അതേപോലെ സെഡ് ഓട്ടോമാറ്റിക് ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ കൂടുതലും നല്ല മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു ടീമായിരിക്കും. അത്രത്തോളം വാഹനത്തിനെ സ്നേഹിക്കുന്ന ഒരു ടീമായിരിക്കും. അത്രത്തോളം മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരായിരിക്കും സെഡ്, അതേപോലെ വി ഓപ്ഷനൊക്കെ കൂടുതൽ എടുക്കട്ടോ. അപ്പോൾ G+ൽ 2019 വേറൊരു വാഹനമുണ്ട്. ടൈപ്പ് 2ലേക്ക് കൺവേർട്ട് ചെയ്ത് കേരള എത്തുന്നതിലേക്ക് സെക്കൻഡ് ഓൺഷിപ്പിൽ നമ്പറായ വാഹനം. ഓൾ ഒറിജിനൽ, ഒരു റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. 2 ലക്ഷം കിലോമീറ്ററാണ് ഓടിയില്ല കേട്ടോ. ഈ വാഹനം നമുക്ക് ഫൈനലായിട്ട് 15 ലക്ഷം റുപ്യക്ക് 14,85 ഫൈനലായിട്ട് കൊടുക്കാം. ഒരു റീപ്ലേസോ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും ഈ വാഹനത്തിന് കാണിക്കാൻ കഴിയില്ല. 14,85 ലാസ്റ്റ് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും. അതേപോലെ വി ഓപ്ഷൻ 2016 മോഡൽ 1,40,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ചെറിയ ചെറിയ തട്ടുമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കത് ഫൈനലായിട്ട് 13,60,000 രൂപയ്ക്ക് ടൈപ്പ് 3ലേക്ക് കൺവേർട്ട് ചെയ്ത വാഹനം കേട്ടോ. ഈ വാഹനങ്ങളൊക്കെ നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ ഓരോന്നിൻ്റെയും കറക്റ്റ് വീഡിയോസും കാര്യങ്ങളും, അതേപോലെ ഓരോന്നിൻ്റെയും ഫുള്ള് ഡീറ്റെയിൽ നിങ്ങൾ അവരോട് ചോദിക്കാം. നിങ്ങൾക്കിതിൽ മനസ്സിലാകാത്ത കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഫുള്ള് ഡീറ്റെയിൽ ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് അഡ്വാൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് 2016 മോഡൽ 13,60 നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും. അതേപോലെ സ്റ്റോക്ക് കണ്ടീഷനിൽ ഇന്നലെ കയറിയ വാഹനം കേട്ടോ. ഒന്നും ചെയ്തിട്ടില്ല. കൂടുതൽ ഫുള്ള് കമ്പനി പെയിൻറ്റുള്ളൊരു വാഹനം തന്നെയാണ്. ഇതിപ്പോൾ ടച്ചിങ് 1-2 ഭാഗത്ത് ചെയ്യാനുണ്ട്. ആ ടച്ചിങ്ങിലെ ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാം. ഇത് നിങ്ങൾക്ക് ടൈപ്പ് 3 വേണ്ടവർക്ക് ടൈപ്പ് 3, ടൈപ്പ് 2 വേണ്ടവർക്ക് ടൈപ്പ് 2. നിങ്ങൾ പറയുന്ന രീതിയിൽ വർക്ക് എടുത്തിട്ട് ടൈപ്പ് 2 ആണോ ടൈപ്പ് 3 ആണോ അതൊക്കെ നിങ്ങൾ പറയുന്ന രീതിയിൽ വർക്ക് എടുത്തിട്ട് നമുക്ക് 1,42,000 കിലോമീറ്റർ മാത്രം ഓടിയ വാഹനമാണ്. ഇൻറ്റീരിയറും എക്സ്റ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വന്ന അതേ കണ്ടീഷനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് നമുക്ക് ഫൈനലായിട്ട് 14,60,000 രൂപയ്ക്ക് ഒരു ടച്ചിങ്ങും പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു പക്ക ഒരു ഷോറൂം കണ്ടീഷൻ ആക്കിയിട്ട് 14,60,000 രൂപയ്ക്ക് ഇപ്പം നിലവിൽ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം കേരള 71ലേക്ക് ഓൾറെഡി NOC എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുമ്മ സ്ക്രാച്ച് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫെൻഡറിൻ്റെ ഭാഗത്ത് ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്. അതേപോലെ ഈ സൈഡ് ഭാഗങ്ങളിൽ വേറെ ഒന്നുമില്ല കേട്ടോ. ടയർ ഭാഗങ്ങളൊക്കെ ഒരു 60% ടയർ ഭാഗങ്ങൾ. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ബമ്പറിൻ്റെ അവിടെ ടച്ച് ചെയ്യാനുണ്ട്. അതേപോലെ ഈ ഒരു സൈഡ് ഭാഗം നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്വാർട്ടർ പാനലിൻ്റെ ഈ ഒരു ഭാഗം ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്. ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലേ. 70 മാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് പോളിഷ് ചെയ്യാന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല ഇൻറ്റീരിയർ ഭാഗത്ത് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് ഓരോ എഞ്ചിൻ്റെ സൈഡ് ഭാഗങ്ങളൊന്നും കാണിക്കണില്ല. എഞ്ചിൻ ഭാഗത്തുനിന്ന് എന്തായാലും തട്ടുമുട്ട് അല്ലെങ്കിൽ ഫ്രണ്ടേജ് ഭാഗം തട്ടുമുട്ടുള്ള വാഹനമാണെന്നുണ്ടെങ്കിൽ എന്തായാലും കാണിക്കും. അതല്ല നിങ്ങൾക്ക് ഇനി ഏത് വാഹനമാണ് വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്താണ്ട് പിന്നെ നമ്മളെ നമ്പറിൽ വാട്സപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ. അപ്പോൾ നമ്മളെ താഴത്ത് ഒരുപാട് വാഹനങ്ങൾ കിടക്കുന്നുണ്ട്. 2018 മോഡൽ, 16 മോഡൽ ഇതൊക്കെ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ഫോർച്യൂണർ വേണ്ടവർക്ക് ഫോർച്യൂണർ, ഇന്നോവകളൊക്കെ സ്റ്റോക്ക് ഉണ്ട്. അതൊന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. ആ ഷെഡിൽ കാണുന്ന കംപ്ലീറ്റ് വാഹനം, പുറത്ത് കാണുന്നല്ല, ഷെഡിൽ കാണുന്ന കംപ്ലീറ്റ് വാഹനം ഓരോ പ്രവാസികൾ ഏകദേശം 30% അല്ലെങ്കിൽ ഒരു ഫുൾ എമൗണ്ട് തന്നിട്ട് അവർ വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. പിന്നെ പ്രവാസികളുടെ അവസ്ഥ അറിയാലോ. അപ്പം കറക്റ്റ് ഫ്ലൈറ്റും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വാഹനങ്ങൾ ഇടാൻ സ്ഥലമില്ലാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ ഇവിടെ കിടക്കുന്നതിൽ ഒരു 12-13 വാഹനം ഓൾറെഡി കൊടുത്തൊരു വാഹനം, ഏകദേശം ഫുൾ എമൗണ്ട് ചെയ്തുകൊണ്ട് വാഹനം ഡെലിവറിക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന വാഹനമാണ്. NOCക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന വാഹനങ്ങളുണ്ട്. അപ്പോൾ ഇത് 2018 മോഡലാണ് കേട്ടോ. 18 മോഡൽ 19 രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. ഇതുമ്പോൾ ചെറിയ തട്ടുമുട്ടുണ്ട്. മേജർ തട്ടുമുട്ട് അല്ലെങ്കിൽ അപ്രോണിൻ്റെ സൈഡോ ചേസ് ബെൻഡോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. വണ്ടി അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വർക്ക് എടുത്തൊരു വാഹനമാണ്. ബൂട്ട് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ടൈപ്പ് 3ക്ക് ഓൾറെഡി കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ബാക്ക് സ്കാറ്റിങ്, സീറ്റ് കവറും കാര്യങ്ങളൊക്കെ പക്ക കണ്ടീഷനാണ്. ഫ്രണ്ട് ഗ്ലാസും റീപ്ലേസ് ഉണ്ട്. അതേപോലെ ഈ ഒരു ബോണറ്റ് മാറിയിട്ടുണ്ട്. ബോണറ്റുമ്പോൾ പേസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ ബാക്ക് ഡിക്കി ഗ്ലാസും മാറിയിട്ടുണ്ട്. നമുക്ക് ഫിനാൻസ് വേണ്ടവർക്കൊക്കെ മാക്സിമം ഫിനാൻസും നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് ഫൈനലായിട്ട് 13,20,000 രൂപയ്ക്ക് 2018 G+ വേരിയൻറ്റ് വരുന്നൊരു വാഹനം കേട്ടോ. G+ൽ വരുന്നൊരു വാഹനമാണ്. ഈ കിലോമീറ്റർ ഓടിയുള്ളത് 1,92,000 കിലോമീറ്ററാണ് ഓടിയുള്ളത്. ഓട്ടം കാര്യങ്ങളൊക്കെ കറക്റ്റാണ് കേട്ടോ. അതേപോലെ 2019 മോഡൽ നല്ല ഹൈ ക്വാളിറ്റി ക്രിസ്റ്റ, പിന്നെ സിൽവർ കളറിൽ. പിന്നെ ഇതിൻ്റെ ബോണറ്റ് റീപ്ലേസ്, വേറെ റീപ്ലേസ്മെൻറ്റോ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. കിലോമീറ്റർ ഓടിയുള്ളത് 1,96,000 കിലോമീറ്റർ ആണ് കേട്ടോ. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. നിങ്ങൾ പറയുന്ന ഏത് RTO ഓഫീസിക്കും നമ്പർ ആക്കിയിട്ട് നമുക്ക് ഫൈനലായിട്ട്
14,75,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് ഈ വാഹനം കൊടുക്കാൻ കേട്ടോ. മെക്കാനിക്കൽ സൈഡൊന്നും ഒരു വാഹനത്തിന് നിങ്ങളൊരു പേടിയും പേടിക്കേണ്ട, അതൊക്കെ നമുക്ക് ഗ്യാരണ്ടിയാണ്. മെക്കാനിക്കൽ സൈഡ്, മേജറായിട്ടുള്ള ആക്സിഡൻറ്റ്, ഫ്ലഡ്, ഇതൊക്കെ നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്ന മാതിരി നമുക്ക് ഗ്യാരണ്ടി തരാൻ കഴിയും. അതേപോലെ 2016, 17 രജിസ്ട്രേഷൻ വരുന്ന വാഹനം. അത്യാവശ്യം പിന്നെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. ഇല്ല നല്ല വൃത്തിയാക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഇത് കിലോമീറ്റർ ഓടിയുള്ളത് 2 ലക്ഷം കിലോമീറ്റർ തന്നെ. ഇത് നമുക്ക് ഫൈനലായിട്ട് 11,50,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും. നിലവിൽ 3ാമത്തെ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. അതേപോലെ അതിൻ്റെ ഉള്ളിലൊരു വാഹനമുണ്ട് 2018 മോഡൽ തന്നെ. 2018 മോഡല്, മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് ഓൺലി റീപ്ലേസ്, 1,93,000 കിലോമീറ്റർ ഓടിയ വാഹനം കേട്ടോ. അത്യാവശ്യം നല്ല വൃത്തിയുള്ളൊരു വാഹനം തന്നെയാണ്. ഇത് നമുക്ക് ലാസ്റ്റ് ഫൈനൽ 13,20,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് ഈ വാഹനം കൊടുക്കാൻ കഴിയും. പിന്നെ ക്രിസ്റ്റകൾ, ഇത് നമ്മൾ സെഡ് ഓട്ടോമാറ്റിക് കൊടുത്തതാണ്. ഇത് 2019 മോഡൽ സിംഗിൾ ഓൺഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. ഈ വാഹനത്തിന് ഫ്രണ്ട് ഗ്ലാസ് ഓൺലി റീപ്ലേസ്. കിലോമീറ്റർ എത്ര ഓടിയുള്ള വിഷയട്ടത്? 2,43,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 14,00,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും. മേജറായിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. മെക്കാനിക്കൽ സൈഡൊക്കെ നമ്മൾ ഗ്യാരണ്ടി തരും കേട്ടോ. എഞ്ചിന്, ഗിയർ ബോക്സ് എല്ലാം ഗ്യാരണ്ടി തരും. ഇതും 2019 മോഡലാണ്. ഫ്രണ്ട് ഗ്ലാസ് ഓൺലി റീപ്ലേസ്, വേറെ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഇല്ലതല്ലേ. ഇത് ഒന്നും റീപ്ലേസ് ഇല്ല, ഓൾ ഒറിജിനൽ വരുന്ന വാഹനമാണ്. ഇത് നമുക്ക് 14,90,000 രൂപ ഫിക്സ്ഡ് റേറ്റ് ആണ് കേട്ടോ. 14,90,000 രൂപയ്ക്ക് നിങ്ങൾ പറയുന്ന യഥാർത്ഥ ഫിസിക്കൽ നമ്പർ ആക്കിയിട്ട് 2019 മോഡൽ G+ വേരിയൻറ്റിൽ വരുന്ന വാഹനം. അന്ന് അതേ കണ്ടീഷനിലാണ്. 1-2 ടച്ചിങ് കാര്യങ്ങൾ ചെയ്യാണ്ട് ഇതൊക്കെ ടച്ച് ചെയ്ത് പോളിഷ് ചെയ്തിട്ട് നമുക്ക് 14,90,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട്. ഇതിലൊന്നും ബാർഗനിങ്ങും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാഹനം ഏതാണോ അത് ചോദിച്ചോളൂ. അതിൻ്റെ ഫുള്ള് വീഡിയോസ് നമ്മളതിൽ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് തരും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ അഡ്വാൻസ് തരിക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് കണ്ടിട്ട് മേജറായിട്ടുള്ള എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് റീഫണ്ട് ഓപ്ഷനും ഉണ്ടാവും കേട്ടോ. വന്ന് കണ്ടിട്ട് ഒരു വാഹനം എടുക്കാൻ പറ്റില്ല, ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ഒരു തട്ടുമുട്ടുണ്ട്, നമ്മൾ കരുതിയ ആ ഒരു ക്വാളിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ട് ഓപ്ഷൻ ഉണ്ടാവും. അത് നിങ്ങൾ വന്ന് കാണാനൊരു സൗകര്യം പെട്ടെന്ന് ചെയ്യണം കേട്ടോ. നിങ്ങളിപ്പോൾ ഒന്ന് അഡ്വാൻസ് ചെയ്തിട്ട് ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് വന്ന് കാണുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. മാക്സിമം നിങ്ങൾ ഫാസ്റ്റ് ആക്കിയിട്ട് വന്ന് മാക്സിമം വാഹനങ്ങളും നിങ്ങൾ കണ്ടിട്ട് എടുക്കാനാണ് നമ്മൾ ആഗ്രഹം കേട്ടോ. ഏതൊരു യൂസ്ഡ് വാഹനങ്ങളാണ്. ഇല്ല കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് പറയാം, എന്തൊക്കെ മൈനറായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ കറക്റ്റ് പറയും കേട്ടോ. ഇനിയിപ്പോൾ ഒരു ഓട്ടോമാറ്റിക് കൂടി അവിടെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്, അതുകൂടി കാണിച്ചു തരാം. അത് G4 ഒരു ഓട്ടോമാറ്റിക് വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൂടെ കാരിറ്റിൻ്റെ ഡാമങ്ങട്ട് അലോയ്സും കാര്യങ്ങളൊക്കെ 17 സൈസ് അലോയ്സാണ് വരുന്നത് കേട്ടോ. ഗ്രേപ്പ് കളറിൽ ഒരുപാട് ആൾക്കാർ നമുക്ക് അന്വേഷിക്കലുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക് വാഹനം അല്ലെങ്കിൽ ക്രിസ്റ്റയിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന കളറാണ് ഗ്രേപ്പ് കളർ കേട്ടോ. 2017 മോഡലാണ് വരുന്നത്. ഫ്രണ്ട് ഗ്ലാസ് ഓൺലി റീപ്ലേസ്, 1,66,000 കിലോമീറ്ററാണ് ഇത് ഓടിയിട്ടുള്ളത്. മേജറായിട്ടുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. Type 2 ഓൾറെഡി കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുമ്പോൾ ചെയ്യേണ്ടത് ഒരു ബൂട്ട് സ്റ്റെപ്പ് കൊടുക്കുക, ഒന്ന് പോളിഷ് ചെയ്യുക, വേറെ ഒന്നും ഈ വാഹനം ചെയ്യേണ്ട. ഈ വാഹനം നമുക്ക് ഫൈനലായിട്ട് 14,40,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് ഈ വാഹനം കൊടുക്കാൻ കഴിയും കേട്ടോ. മേജർ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. ഇൻറ്റീരിയർ ഭാഗങ്ങളും എക്സ്റ്റീരിയർ ഭാഗങ്ങളൊക്കെ പക്ക ഒരു കണ്ടീഷനാണ്. ഇപ്പോൾ നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം 3ാമത്തെ ഓണർഷിപ്പിലേക്ക് NOC ഓൾറെഡി എടുത്തൊരു വാഹനമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കേരളത്തിൽ നമ്പർ KL 71 നമ്പർ ആവുക. 14,40,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് ഈ വാഹനം കൊടുക്കാൻ കഴിയും കേട്ടോ. പിന്നെ അതിൽ ഒരുപാട് വാഹനങ്ങളുണ്ട്, ചെറുവണ്ടികളുണ്ട്. താഴെ ഭാഗത്ത് നമുക്ക് അഡ്വാൻസ് ആയ വാഹനങ്ങളാണ് കൂടുതലും കിടക്കുന്നത് കേട്ടോ. അതൊന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ നമ്മളെ യാർഡിൽ ഏകദേശം ഫുള്ള് വാഹനങ്ങൾ കാണിച്ചുകൊണ്ട് വേറൊരു വീഡിയോ വരും. അപ്പം നമ്മൾ ഇന്ന് കാണിച്ച വീഡിയോസിലെ വാഹനങ്ങൾ മേജറായിട്ടുള്ള ആക്സിഡൻറ്റ്, ഫ്ലഡ്, മേജർ കംപ്ലൈൻറ്റുകൾ ഇല്ലാന്നല്ലേ നമുക്ക് 100% ഗ്യാരണ്ടി തരാം. ഇതൊക്കെ നിങ്ങൾ കൊണ്ടുപോയിട്ട് ഇപ്പോൾ ഈ കാണിച്ച ഒരു ഏകദേശം 10-18ഓളം ക്രിസ്റ്റകൾ കാണിച്ചു. ഈ വാഹനങ്ങളൊക്കെ നിങ്ങൾ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ എടുത്തുകൊണ്ട് പെട്ടെന്നുള്ളൊരു അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ നേരെ PC കാർ സ്പോട്ടിലേക്ക് പോകുന്നോളി. അത് നമ്മൾ ഗ്യാരണ്ടിയാണ്. അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത് നമുക്ക് 100% ഗ്യാരണ്ടി തരാൻ കഴിയുന്ന വാഹനങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്മൾ താഴത്തെ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗ്രൂപ്പിലേക്കാണ് ഫസ്റ്റ് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്യണം കേട്ടോ നിങ്ങൾ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ.